കല്യാണി വരൂ കേട്ടോ, വരൂ. ഞാൻ പറമ്പിലായിരുന്നേ. ഇരിക്കോ ഇരിക്കോ, അവളിപ്പോൾ വരൂ കേട്ടോ. മോളെ കല്യാണി. കൂടെ പഠിച്ചാണോ? അല്ല ഇവിടെ ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്. നമ്മൾ ഒരുമിച്ച് വന്ന് ക്ഷണിക്കാൻ. ഹായ്, വരൂ അങ്ങോട്ടേ ഇരിക്കാം. റിയ ഫസ്റ്റ് കസിൻ ആണോ? അച്ഛൻ്റെ ചേച്ചിയുടെ മോളാ. ആഹാ, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഇരിക്കൂ. റിയാണ് സുധിയുടെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞത്. എന്ത് ഇഷ്യൂ? നിങ്ങളെന്താ ചെയ്യുന്നത്? ഷീസ് എ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഫസ്റ്റിനല്ലേ കല്യാണം? എനിക്കൊന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ല ഞാൻ ഡെഫിനറ്റ്ലി വന്നേനെ. താങ്ക് യു. അമ്മൂമ്മ എന്തായാലും വരൂ കേട്ടോ, പായസത്തിന്റെ ആളാ. നിങ്ങൾ രണ്ടുപേരോടും കൂടി വരാൻ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആൻഡ് ദ ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, സുധിയുടെ ഈ സ്റ്റാമറിംഗ് ഇഷ്യൂവിന് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത്, സുധി ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആലോചിക്കാം. ആ ആക്സെപ്റ്റൻസ്, അതാണ് പലർക്കും ബുദ്ധിമുട്ട്. എന്നുവെച്ചാ ലൈഫ് ലോങ് ഇത് ഇങ്ങനെയായിരിക്കും എന്നാണോ? ഇത് ഓവർകം ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. മെഡിക്കലി സ്റ്റാമറിംഗ് ജന്മനാ ഉള്ളൊരു ന്യൂറൽ ഡിസോർഡർ ആണ് ഇൻ മോസ്റ്റ് കേസസ്. സോ ഇറ്റ്സ് എ റിയാലിറ്റി. അതാണ് ഭൂരിഭാഗം പേര് മനസ്സിലാക്കാത്തത്. അതിനായി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സമയവും പൈസയൊക്കെ ചെലവാക്കും. അതല്ല വേണ്ടത്. സുധിയല്ലേ ഇത്? ദേ വരുന്നു നമ്മുടെ അഭിനവ രമണൻ. സുധി, സുധി നിക്കടാ. എടാ സുധി, ഇവനിത് എങ്ങോട്ട്? നീ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മുങ്ങിയേ? ഗ്രേഗൻ നാളെ പോണല്ലോ, നമുക്കിന്ന് എന്റെ വീട്ടിൽ കൂടിയാലോ? കുപ്പി റെഡിയാണ്. ഞാനില്ല, ഞാൻ പോവാ. അവിടെ നിക്കടാ. ഇതെന്ത് തിരക്കാ? ലോകത്ത് വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലേ? നല്ല ടയർഡാ. അതാ നിക്കടാ, ഞാൻ പറഞ്ഞേക്ക്. കല്യാണ തലേന്ന് നമുക്ക് ബാച്ചലർ സെറ്റപ്പ് എന്റെ വീട്ടിൽ ചെയ്താലോ? നിന്റെ വീട്ടിലാണെങ്കിലേ നിന്റെ അച്ഛൻ ആകെ കശവിശുണ്ടാക്കുന്നു. ആ പരിപാടി ഈ ഗ്രേഗൻ ദാസ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അതന്നെ. എന്താടാ, വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നീ മാറി. അതിനെന്താ നീ ചൂടാവുന്നേ? ആര് ചൂടായി? നീ നിക്ക്. ഇതാ അവന്റെ കുഴപ്പം. ഇവൻ പിടിച്ച മൊയിലും 10 ചെവി. ബാക്കിയുള്ളവർ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യണം? ഞാൻ ആരൊക്കെ മോഹൻ എന്താ അതിന് നീ എന്തിനാ തള്ളുന്നേ? നിന്റെ എല്ലാ കുഴപ്പങ്ങളും സഹിച്ച് ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ടുവരുന്ന ഞങ്ങളാ. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് ഞങ്ങളെ വേണ്ടല്ലടാ. എന്ത് കുഴപ്പമാണ് എനിക്കില്ല. കുഴപ്പം പൊട്ടി ഓടിക്കറിയാത്തവന്റെ കുഴപ്പം. അവനെ വിടട്ടെ. രാവും പകലാതെ ഇവനെ കൂടെ കൊണ്ടുവരുന്നേ. എനിക്ക് ഇത് തന്നെ വേണം. അത്ര കഷ്ടപ്പെട്ട് ഫ്രണ്ട് ആക്കണ്ട. എന്റെ കൂടെ നടക്കണ്ട. സുധി, സുധി നിക്കടാ. എന്താടാ? ഞാനും വരാം വീട്ടിലേക്ക്. വേണ്ട. എന്നിട്ട് നിനക്ക് നാളെ കണക്ക് പറയാനല്ലേ? എടാ, എന്നെ ഒരാൾ മനസ്സിലാക്കരുത്. അക്കൗണ്ട്സ് ആണ് സീരിയസ് മിസ്മാച്ച്. അടുത്ത ഓഡിറ്റിംഗിൽ ഇത് വലിയൊരു ഹെഡേക്ക് ആവും. അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. സുധി, എനിക്ക് ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി എത്രയും പെട്ടെന്ന് എടുത്തു തരണം. സംതിങ് ഇസ് സംവെയർ റോങ്. ഞാൻ നോക്കാം. ഫോറിൻ ഫണ്ട്സിന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. ഇതൊന്നും നേരെ ചൊവ്വ നടത്താൻ പറ്റില്ലെങ്കിൽ എന്തിനാടാ ജോലിക്കെന്നും പറഞ്ഞ് രാവിലെ എഴുതുള്ളത്?
വാ. സുധി എന്നാ പോയിക്കോ, വെറുതെ ശീലയെ നിർത്തി ബോറടിപ്പിക്കണ്ട. കുറുപ്പ് സാറോട് ഞാൻ പറഞ്ഞോളാം. എന്തെങ്കിലും ഷീലയുടെ കല്യാണ സാരി ഫിക്സ് ചെയ്യണേ. 3-4 ദിവസമായി സാരി എന്ന് പറഞ്ഞാൽ നടപ്പ് തുടങ്ങിയിട്ട്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യല്ലേ? സുധി, ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നാലോ? എന്താ പറ്റിയേ? തലചുറ്റൽ വല്ലതും ഉണ്ടോ? അങ്ങോട്ട് ഇരിക്കാം, വാ ഇരിക്കേ. കുറേ നേരം നിന്നിട്ടാവുള്ളൂ. കുടിക്കാൻ വെള്ളം. ഇത് വിസിറ്റേഴ്സിനുള്ളതല്ല. ഷീലയ്ക്ക് ഒരു തലകറക്കം പോലെ. കല്യാണത്തിന് മുമ്പേ തലകറക്ക. കുടിച്ചോളൂ. ഞാൻ ഒരുപാട് ആലോചിച്ചു സുധി. ചിലപ്പോ എൻ്റെ കുഴപ്പം തന്നെയാവും. ഈ ബന്ധം വർക്കൗട്ട് ആവില്ല സുധി. എന്താ ഷീല പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ലേ? ഇതിപ്പോ അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു ഡിവോഴ്സിനെ പറ്റി ആലോചിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പൊ ഒരു തീരുമാനത്തിലെത്തുന്നത്? അതിന് മാത്രം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷീല. ഷീലയ്ക്ക് വെറുതെ തോന്നനാവും. കല്യാണം കഴിയുമ്പോൾ ഒക്കെ ഭേദമാവും. വേണമെച്ചാൽ പോകുമ്പോഴേക്ക് പോവാം. ഞാൻ ജോലി റിസൈൻ ചെയ്യാം. ആസ്മയൊന്നും ഇപ്പോൾ വലിയ ശല്യമല്ല. സുധി, എനിക്ക് നല്ല പ്രയാസമുണ്ട്. പക്ഷെ ഇതാവും നല്ലത്. പ്ലീസ് ഷീല, നമുക്കിതെങ്ങനെയെങ്കിലും ശരിയാക്കാം. ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ നാളെ തന്നെ ബോംബെക്ക് തിരിച്ചു പോവാ സുധി. അച്ഛനിപ്പോൾ സുധിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ഞാനിത് സുധിയോട് നേരിട്ട് പറയാനാ വന്നത്. സുധിക്ക് എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. ഷീലയ്ക്ക് അറിയാഞ്ഞിട്ടാ ഇത് നടന്നില്ല വെച്ചാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സോറി സുധി. ശ്രുതി വേണമെങ്കിൽ കുറച്ച് ഉറങ്ങിക്കൊള്ളൂ. പകുതി ദൂരെ ആയുള്ളൂ. കോർ കമ്പനി നന്നായിട്ട് എനിക്കുണ്ടായി. സാറിനൊരു ഡിസ്റ്റർബൻസ് ആവും. അതാ ഞാൻ കയറിയപ്പോൾ തന്നെ പറഞ്ഞത് ഉറങ്ങുന്നില്ല എന്ന്. സാർ ഉറങ്ങിക്കോളൂ.